2025 ജനുവരി മാസം 21 തിരുവനന്തപുരം കഠിനംകുളത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ്. എല്ലാ ദിവസത്തെയും പോലെ അന്നത്തെ ദിവസം പൂജ കഴിഞ്ഞ് ഉച്ചയോടുകൂടി അയാൾ വീട്ടിലേക്ക് വന്നു. മുറിക്കുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട അവസ്ഥയിൽ അയാളുടെ ഭാര്യ കിടക്കുന്നതായിരുന്നു കണ്ടത്. ഭയന്നുപോയി അയാൾ പെട്ടെന്ന് നിലവിളിക്കുകയും ആളുകളെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. വീടിന് പുറത്തുണ്ടായിരുന്ന ഭാര്യയുടെ സ്കൂട്ടിയും കാണാനില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അയൽവാസികൾ പോലീസിന് വിവരം അറിയിച്ചു. പോലീസും സംഭവ സ്ഥലത്തെത്തി. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്ത് യുവതിയെ വളരെ ക്രൂരമായി തന്നെ കൊന്നു. 30 വയസ്സുള്ള ആതിര എന്ന സ്ത്രീ അതിദാരുണമായ രീതിയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ചത് പട്ടാപ്പകലായിരുന്നു. അങ്ങനെ ആതിരയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്ത് എന്തിനവളെ കൊല്ലണം? അങ്ങനെ ഇവർക്കുള്ളിൽ എന്ത് പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്? അവളെ കൊന്ന ആ ക്രൂര കൊലയാളി ആരാണ്? തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിന് സമീപമുള്ള കഠിനംകുളത്തെ ദേവീക്ഷേത്രത്തിന് സമീപം താമസിക്കുകയാണ് 30 വയസ്സുള്ള ആതിര. ആതിരയുടെ ഭർത്താവ് രാജീവ്. ഇദ്ദേഹം തൊട്ടടുത്ത ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇവർക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട്. ഭർത്താവ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകും. ഭഗവാന്റെ മുൻപിലിരിക്കുക, പ്രാർത്ഥിക്കുക, സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. വളരെ ശാന്തമായ ഒരു പ്രകൃതം. ഭാര്യയായ ആതിരയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെ ഇല്ല. ആതിര ഈ അതിരുകളില്ലാത്ത ഇൻസ്റ്റഗ്രാം ലോകത്തിലേക്കായിരുന്നു പോയത്. കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അങ്ങനെയാണ് ആതിര ഇൻസ്റ്റഗ്രാം വഴി ജോൺസൺ എന്നയാളെ പരിചയപ്പെടുന്നത്. ആതിരയുടെ റീൽസിലെല്ലാം ഇഷ്ടപ്പെട്ട് ജോൺസൺ ഔസേപ്പ് അവളുമായി ഒരു സൗഹൃദം കൂടാൻ വന്നു. ഈ ഒരു അടുപ്പം പതിയെ പതിയെ വളർന്നു തുടങ്ങി. ജോൺസൺ ഇടയ്ക്കിടെ ആതിരയെ കാണുന്നതിനു വേണ്ടി കഠിനംകുളത്തേക്ക് തന്നെ വരാൻ തുടങ്ങി. ഭർത്താവ് പൂജ ചെയ്യുകയാണ്, മകൻ സ്കൂളിലാണ്. ആതിരയും ജോൺസണും തമ്മിലുള്ള ഈ ഒരു ബന്ധം അടുപ്പവും വളർന്നു വന്നു. ഇവർ തമ്മിൽ ഇടയ്ക്കിടെ കണ്ടുമുട്ടാൻ തുടങ്ങി. സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ തുടങ്ങി. ആതിര ഇൻസ്റ്റഗ്രാം വഴി ഈ ഒരു വ്യക്തിക്ക് ചിത്രങ്ങളും അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ജോൺസണും ഭാര്യയും 3 മക്കളുമുണ്ട്. എറണാകുളത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. കള്ളൻ രാജു എന്നും സൈക്കോ ഔസേപ്പ് എന്ന പേരിലൊക്കെ ഇയാൾ അറിയപ്പെട്ടിരുന്നു. ഇയാളുടെ സ്വഭാവവും അത്രത്തോളം വിചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇയാളുടെ വിവാഹ ജീവിതവും അത്ര സുഖകരമായിരുന്നില്ല. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയുമായി വേർപിരിഞ്ഞു. പിന്നീട് ജോൺസൺ പല നാടുകളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്തായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി ആതിരയെ പരിചയപ്പെട്ടത്. ആതിരയിൽ നിന്ന് പലതവണ അവൻ പണം വാങ്ങിയിട്ടുമുണ്ട്. ഏകദേശം 1,20,000 രൂപ വരെ വാങ്ങി എന്നാണ് പറയുന്നത്. ആതിരയെ കാണാനായി ഇയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയം പെരുമാതുറ എന്ന സ്ഥലത്ത് മുറിയെടുത്താണ് അയാൾ താമസിക്കുന്നത്. അവിടെ മുറിയെടുത്തിട്ട് കഠിനംകുളത്തേക്ക് വന്ന് ആതിരയെ കാണും. ഏകദേശം ഇവരുടെ ബന്ധം 1 വർഷത്തോളം നീണ്ടുപോയി. ഈ സമയത്തായിരുന്നു ജോൺസൺ ഇതിനെ നല്ലൊരു അവസരമായി കണ്ടു. ആതിരയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരണമെന്ന് അവളെ നിർബന്ധിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു ആതിരയ്ക്ക് ഇവന്റെ സ്നേഹത്തിന്റെ കെണി മനസ്സിലായത്. ആതിര അതിനെ സമ്മതിച്ചില്ല. പക്ഷെ ജോൺസൺ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഭ്രാന്തനായ ജോൺസന്റെ സ്വഭാവ മാറ്റം കണ്ട് ആതിരയ്ക്ക് പതിയെ പതിയെ ഭയം വന്നു തുടങ്ങി. കൂടാതെ അവൾ അയച്ചു കൊടുത്ത ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ടപ്പോൾ എടുത്ത ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ആതിര ജോൺസൺ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ആതിരയെ അവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പലതവണയായി ഈ ഭീഷണി വഴി തന്നെ അവൻ ആതിരയിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ആതിരയ്ക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നി. താൻ വലിയൊരു ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അവൾക്കുണ്ടായി. പക്ഷേ അപ്പോൾ എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ സംഭവം നടക്കുന്നതിന് 6-7 മാസങ്ങൾക്ക് മുൻപ് അവൾ ഭർത്താവിനോട് എല്ലാം തുറന്ന് പറയാനായി ശ്രമിച്ചു. തന്നെ ഒരാൾ ശല്യം ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട വ്യക്തിയാണ്. നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ തമ്മിൽ മറ്റു യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ അവൻ എന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി വരാൻ നിർബന്ധിക്കുകയാണ്, പ്രശ്നമുണ്ടാക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെ. ഇപ്പോൾ പാവപ്പെട്ടവനായ പൂജാരി പറഞ്ഞത് നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറയാമെന്ന്.
പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തനിക്ക് വലിയ അപമാനമാകും. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ആതിര ഭീഷണിപ്പെടുത്തി. ഇതുകൊണ്ട് തന്നെ പാവം ഭർത്താവ് ഇതാരോടും പറഞ്ഞില്ല. ഭാര്യയെ ഉപദ്രവിക്കുന്നവന്റെ പുറകെ പോയതുമില്ല. ഇവർ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് പോലും അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അത്രത്തോളം നിഷ്കളങ്കനായിരുന്നു ആ ഭർത്താവ്. ഭാര്യയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ ജോൺസൺ രണ്ടും കൽപ്പിച്ചു തന്നെ എത്തി. ആതിരയെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ അയാൾ കഠിനംകുളത്തിനടുത്ത് പെരുമാതുറയിൽ ലോഡ്ജ് എടുത്ത് താമസിച്ചു. ഒരു 4-5 ദിവസം താമസിച്ചു. ഇതിനിടയിൽ ആതിരയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ട്. അവളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷേ ജോൺസന്റെ ഇറങ്ങി വരുവാനുള്ള ആ ഒരു ആവശ്യം മാത്രം അവൾ നിരസിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ആതിര ജോൺസന് പണവും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനുവരി മാസം 21-ാം തീയതി പെരുമാതുറയിൽ നിന്നും കഠിനംകുളത്തേക്ക് അയാൾ വന്നു. ഏകദേശം 6 മണിക്കൊക്കെ ആതിരയുടെ വീടിന്റെ പരിസരത്ത് അയാൾ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 5 മണിക്കാണ് ആതിരയുടെ ഭർത്താവ് രാജീവ് അമ്പലത്തിലേക്ക് പോകുന്നത്. അയാൾ 6 മണിക്ക് അവിടെ എത്തിയെന്നുണ്ടെങ്കിലും ആർക്കും അയാളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം ആർക്കും അയാളെ അറിയില്ല. അങ്ങനെ അയാൾ ഒരു അവസരം നോക്കി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ ഏകദേശം ഒരു 8:30യോടുകൂടി ആതിര തന്റെ മകനെ സ്കൂൾ ബസ്സിൽ കയറ്റി അയച്ചു. അതും ജോൺസൺ കണ്ടു. അതിനുശേഷം ആതിര തിരികെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് കൂടെ ജോൺസണും പോകുന്നു. ഇവർ തമ്മിൽ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഒരു വിധത്തിൽ സംസാരിച്ച് പരിഹരിച്ചു. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസത്തിലായിരുന്നു ആതിര ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തല്ലേ എന്ന നിലയിൽ ആതിര ജോൺസനെ വീട്ടിലേക്ക് കയറ്റി. ജോൺസൺ ആതിരയോട് ഒരു ചായ ഇട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അവളും ചായ ഇടാനായി പോയി. ഇപ്പോൾ ഇയാൾ കൈവശം കരുതിയിരുന്ന കത്തി അവിടെയുള്ള ബെഡിനടിയിൽ സൂക്ഷിച്ചു. വളരെ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ അത് വച്ചു. തുടർന്ന് രണ്ടുപേരും ഒരല്പസമയം സംസാരിച്ചു. രണ്ടുപേരും ശാരീരിക ബന്ധം പുലർത്തുകയും ചെയ്തു. ഈയൊരു സമയത്ത് ജോൺസൺ മറച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ തന്നെ കുത്തിയിറക്കി. ഏകദേശം ആ കഴുത്ത് പകുതി മുറിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു. വളരെ ദാരുണമായ രീതിയിൽ തന്നെ ആതിര മരിക്കുകയും ചെയ്തു. കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തുണ്ടായിരുന്ന ആതിരയുടെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ ആതിരയ്ക്ക് തൻ്റെ 30-ാം വയസ്സിൽ ജീവിതം നഷ്ടമായി. ഭാര്യയെ പൂർണ്ണമായും വിശ്വസിക്കുന്ന, സംശയം ലവലേശം പോലും ഇല്ലാത്ത ഒരു ഭർത്താവും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നിട്ട് കൂടിയും ആതിര ഇൻസ്റ്റാ പ്രണയത്തിന്റെ പിന്നാലെയാണ് പോയത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, ഭാര്യയുടെ ഈ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ഇൻസ്റ്റയിലുള്ള ഇടപെടലും ഭർത്താവായ രാജീവിന് ചില അമർഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇടയ്ക്കൊക്കെ അദ്ദേഹം ഫോൺ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്, ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഭാര്യയുടെ വാശിക്ക് പലപ്പോഴും വഴങ്ങിക്കൊടുക്കാറുമുണ്ട്. ഒരു സഹതാപമൊക്കെ തോന്നി ഫോൺ തിരിച്ചു കൊടുക്കാറുണ്ട്. അത്രത്തോളം വിശ്വസ്തയോടെ തൻ്റെ ഭാര്യയെ അയാൾ സംരക്ഷിച്ചിരുന്നു. പക്ഷേ അവർ ഇൻസ്റ്റാ പ്രണയത്തിൽ കുടുങ്ങി. ഒരു ഭ്രാന്തൻ അവളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. അന്നത്തെ ദിവസം ഏകദേശം ഉച്ചയോടുകൂടി അമ്പലത്തിൽ പോയിരുന്ന ഭർത്താവായ രാജീവ് തിരികെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴായിരുന്നു ഭാര്യ രക്തം വാർന്ന് മരിച്ച നിലയിൽ കട്ടിലിൽ കിടക്കുന്നത് അദ്ദേഹം കണ്ടത്. അർദ്ധനഗ്ന അവസ്ഥയിലായിരുന്നു ആതിര ആ സമയം ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. രാജീവ് നൽകിയ ചില കാര്യങ്ങളിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്താണ് അവരെ കൊന്നത് എന്ന ഒരു സംശയം പോലീസിനും വന്നു. അയാൾക്കായിട്ടുള്ള തിരച്ചിലും നടത്തി. പല രീതിയിൽ അന്വേഷണം പോയി. അവസാനം 34 വയസ്സുള്ള ജോൺസൺ തന്നെയാണ് കൊലയാളി എന്ന് പോലീസിന് മനസ്സിലായി. കൊല്ലം നീണ്ടകര ദളവാപുരം സ്വദേശിയായ ജോൺസൺ ഔസേപ്പ് എന്ന 34-കാരനായിരുന്നു കൊലയാളി. അവന്റെ ചിത്രങ്ങളെല്ലാം പത്രങ്ങളിൽ വന്നു. പക്ഷെ അയാൾ എവിടെയാണ് എന്ന് യാതൊരു സൂചനയും ലഭിച്ചില്ല. 2 ദിവസത്തോളം പോലീസ് വലവീശി അവനെ തിരയാൻ തുടങ്ങി. ആതിരയുടെ സ്കൂട്ടറിൽ കടന്നു കളഞ്ഞ ഈയൊരു വ്യക്തി പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി എവിടെയോ ചെന്നു. ഇതുവരെ മാത്രമായിരുന്നു പോലീസിന് ലഭിച്ച തെളിവ്. CCTV ദൃശ്യങ്ങളും അതുവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊലപാതകം നടക്കുന്നതിന് 3 ദിവസം മുൻപ് പോലും ഈ കൊലയാളി ആതിരയിൽ നിന്നും 2500 രൂപ വാങ്ങിയിരുന്നു. ആ സംഭവ ദിവസം പ്രതി കത്തിയുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. പക്ഷെ എവിടെ തിരഞ്ഞിട്ടും പോലീസിന് അവനെ കണ്ടെത്താൻ മാത്രം സാധിച്ചില്ല. ഈ ജോൺസൺ കൊല്ലം സ്വദേശിയാണ്, ദളവാപുരം സ്വദേശി. പക്ഷേ ഏറെക്കാലം മുൻപ് തന്നെ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്നു. ആ കൊച്ചിയിലെത്തുകയും അവിടെയാണ് വിവാഹം കഴിച്ചത്. 3 കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു. പക്ഷേ 5 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു വിവാഹബന്ധം വേർപെടുത്തി. ആ ഒരു സ്ഥലത്ത് സൈക്കോ ഔസേപ്പ് എന്നായിരുന്നു അയാൾ അറിയപ്പെട്ടത്. കാരണം ജോൺസന്റെ പല രീതികളും അത് സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അങ്ങനെയായിരുന്നു ആ വിവാഹബന്ധം വേർപെടുത്തിയത്. ഇതെല്ലാം അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. പക്ഷേ പോലീസ് ഇരുട്ടത്ത് തപ്പുകയായിരുന്നു. അവനെ പിടിക്കാനേ സാധിച്ചില്ല.
എന്നാൽ അവൻ ഇതിനകം തന്നെ കോട്ടയത്ത് ഒരു വയോധികനെ ശുശ്രൂഷിക്കുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നത്. ഇവനെ ഈ ജോലിയിൽ പ്രവേശിപ്പിച്ച വ്യക്തി ഇപ്പോൾ ഈ ഒരു വാർത്ത അറിയുന്നു. പത്രമാധ്യമങ്ങളിലൂടെ ഇവന്റെ ചിത്രവും കാണുന്നു. ഇപ്പോ അവർക്ക് മനസ്സിലായി കൊലയാളി താൻ ജോലിക്ക് കയറ്റിയ ഈ ജോൺസൺ തന്നെയാണെന്ന്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. കുറിച്ചി പോലീസ് ഉടൻ തന്നെ ആ വീട് ചുറ്റിവളഞ്ഞ് ജോൺസനെ പിടിച്ചു. പക്ഷേ ഇതിനൊക്കെ മുൻപ് പോലീസ് തന്നെ പിടിക്കാൻ വരുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ തന്നെ അയാൾ വിഷം കഴിച്ചിരുന്നു. പോലീസ് അവനെ വന്ന് പിടിച്ചപ്പോൾ തന്നെ താൻ വിഷം കഴിച്ചിട്ടുണ്ട് എന്നവൻ പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് അവനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. സത്യത്തിൽ ആതിരയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ മായകാലത്തിന്റെ ഒരു വലിയ ദുരന്തത്തിന്റെ ഉദാഹരണമായിരുന്നു. പക്വത തീരെയില്ലാത്ത സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ സ്മാർട്ട് ഫോൺ ഒരുപാട് സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ഉപയോഗിക്കാൻ എത്തിയിരിക്കുകയാണ്. ആർക്കും ആരെയും സ്വാധീനിക്കാൻ സാധിക്കും, ആരുടെയും ദുർബല മനസ്സിനെ കീഴടക്കാനും സാധിക്കും. അത്രത്തോളം സോഷ്യൽ മീഡിയ അതിരുവിട്ട് വളർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു കെണി എത്ര പെൺകുട്ടികൾ, എത്ര സ്ത്രീകൾ തിരിച്ചറിയുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും കെണി വിരിച്ചിരിക്കുന്ന പലരും ഈ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കെയറിങ്ങിൻ്റെയും ഒക്കെ രൂപത്തിലാണ് നമുക്ക് മുൻപിലേക്ക് എത്തുക. ഇപ്പോഴത്തെ മനോരോഗികളുടെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ തന്നെ കെയറിങ് ആണ്. സ്ത്രീകളെ അവർ വശീകരിക്കാൻ കെയറിങ് എന്ന പേരിലായിരിക്കും സംസാരിക്കുക. ഒരുപാട് കെയർ അങ്ങ് കൊടുക്കും. തൻ്റെ ഭർത്താവ്, വീട്ടുകാർ ഇവരൊന്നും നൽകാത്ത കെയർ മറ്റൊരുവൻ നൽകാൻ തുടങ്ങുമ്പോൾ അവർക്ക് പുറകെ പോകാനും തുടങ്ങും. ഇപ്പൊ ഇവിടെ പലർക്കും വരുന്ന ഒരു സംശയം, എന്തിനാണ് അവൻ അവളെ കൊന്നത്? അവൾ പണം കൊടുക്കുന്നുണ്ട്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് അവളെ കൊല്ലണം? സത്യത്തിൽ അതൊരു ദുരൂഹത തന്നെയാണ്. അതിനുത്തരം അവൻ പറഞ്ഞാൽ മാത്രമേ അറിയാനും സാധിക്കൂ. ഇയാൾ ഒരു പ്രൊഫഷണൽ കില്ലറാണോ, അതിൽ രസമൊക്കെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. കാരണം ഈ ഒരു സംഭവത്തിൽ മോട്ടീവില്ല. ഇയാൾക്കൊപ്പം താമസിക്കാൻ അവൾ നിരസിച്ചതിന്റെ പക കൊണ്ടാണ് കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട്. അവരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെടുന്നു, അതും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റെത്ര സ്ത്രീകളെ ഇയാൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും? അത് തീർച്ചയായും കണ്ടെത്തണം. അയാളെ ചോദ്യം ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ മറ്റാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അവരിൽ നിന്ന് ഇയാൾ പണം വാങ്ങുന്നുണ്ടോ, ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, ശാരീരിക ബന്ധം പുലർത്തുന്നുണ്ടോ, എല്ലാം തന്നെ അറിയണം. സത്യം പറഞ്ഞാൽ ഇയാൾ ഒരു പ്രൊഫഷണൽ കില്ലർ എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതിനെല്ലാം കാരണം സോഷ്യൽ മീഡിയ തന്നെയല്ലേ? ആർക്കും ആരെയും വഞ്ചിക്കാൻ കഴിയുന്ന ഒരിടമായി സോഷ്യൽ മീഡിയ അതിരുവിട്ട് വളർന്നിരിക്കുകയാണ്. പക്വതയുള്ളവർ അതിന്റെ ഗുണങ്ങൾ ഉപയോഗിക്കും, പക്വത ഇല്ലാത്തവർ ആ കെണിയിൽ വീണു പോവുകയും ചെയ്യും. അങ്ങനെ വീണു പോകുന്ന പലരും അവരറിയാതെ ഇത്തരം കെണികളിലേക്ക് ചെന്ന് ചാടുകയാണ്. ഇൻസ്റ്റയിലൂടെ റീൽസിന് വേണ്ടി, വ്യൂസിന് വേണ്ടി, ഫോളോവേഴ്സിന് വേണ്ടി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം കണ്ട് ചിലർ കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളോട് ഒരു സൗഹൃദം പുലർത്താനായി വരും. ആ ഒരു സൗഹൃദം പടർന്ന് പന്തലിച്ച് വാട്സപ്പ് സൗഹൃദമായി മാറും. പിന്നീട് അതിരുവിട്ട ബന്ധങ്ങളിലേക്ക് പോകും. തങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഒരു കൊച്ചു ജീവിതത്തിനപ്പുറം ഒരുപാട് സൗന്ദര്യമുള്ള ജീവിതം കാത്തിരിക്കുന്നു എന്ന മിഥ്യാധാരണയിലേക്ക് അവരെത്തുന്നു. പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഇതൊന്നും അല്ല എന്നവർ തിരിച്ചറിയുമ്പോൾ അവർക്ക് ആ ഒരു പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞുവെന്നേ വരില്ല. ജീവിതം തന്നെ കൈവിട്ടു പോകും. ചിലരുടെയൊക്കെ ജീവിതം ഇതുപോലുള്ള ജോൺസന്മാർ കൊത്തിപ്പറിച്ചെടുക്കുക തന്നെ ചെയ്യും. അത്തരം ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. കൊലപാതകമോ ആത്മഹത്യയോ ഒക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ അറിയുന്നത്. ആത്മഹത്യ സംഭവിക്കുമ്പോൾ പോലും അതൊന്നും ചർച്ചയാകാതിരിക്കാൻ അവരുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അതൊന്നും ആരും അറിയില്ല. കൊലപാതകം നടക്കുമ്പോൾ മാത്രമാണ് ഇത്തരം കഥകളിലേക്കൊക്കെ ചർച്ച പോകുന്നത്. പക്ഷേ കൊലപാതകവും ആത്മഹത്യയും സംഭവിക്കാത്ത പല ട്രാജഡികളും ഈ സോഷ്യൽ മീഡിയ കാരണം സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അനേകം കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ട്. പല കുട്ടികൾ ഒറ്റപ്പെട്ടും അനാഥരായും പോയിട്ടുണ്ട്. പല സ്ത്രീ പുരുഷന്മാരും തിരുത്താനാകാത്ത തെറ്റിന്റെ ഇരയായി സങ്കടത്തിലെത്തിയിട്ടുണ്ട്. അത്തരം ഒരു ദുരന്തത്തിന്റെ രക്തസാക്ഷിയാണ് ആതിര. സത്യത്തിൽ വിവാഹിതരേത ബന്ധം പുലർത്തുന്ന എല്ലാവർക്കും ഇതൊരു പാഠം തന്നെ ആയിരിക്കണം. ഇത്രയും അധംപതിച്ച ഒരു കാലഘട്ടം മുൻപൊന്നും ഉണ്ടായതായി അറിവേയില്ല. അതും കുടുംബവുമായി കഴിയുന്ന സ്ത്രീകളാണ് കൂടുതലായും ഇങ്ങനെയുള്ള കെണികളിൽ അകപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊന്നും അവസാനിക്കുമെന്നേ തോന്നുന്നില്ല. ഈ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളൊക്കെ തുടരുക തന്നെ ചെയ്യും. ഇവിടെ ആതിരയുടെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യമാണ് ആലോചിക്കാൻ പോലും സാധിക്കാത്തത്. 24 വർഷമായി അദ്ദേഹം ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? ആണായാലും പെണ്ണായാലും പല വ്യത്യസ്ത വഴികളിൽ ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്.
അതെല്ലാം മനസ്സിലാക്കുക, ഓർക്കുക, വിവേക ബുദ്ധിയോടുകൂടി തരണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.